കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളമാകെ ലഹരിക്ക് എതിരെയുള്ള പോരാട്ടത്തിലാണ്. കൊട്ടാരക്കരയിലെ ലഹരിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളാണ് എക്സൈസ് വകുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥൻ നമ്മോട് പറയുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. എല്ലാ ദിവസവും നമുക്ക് പത്രമാധ്യമങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതലാണ്. കൊലപാതകങ്ങളായാലും മോഷണമായാലും അടിപിടിയായാലും പെൺകുട്ടികളോടുള്ള അതിക്രമങ്ങളായാലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം പിറകിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ്. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായ പരിശോധനകളും നടപടികളും നടത്തി വരുന്നു. കൊട്ടാരക്കര താലൂക്കിൽ 3 എക്സൈസ് റേഞ്ച് ഓഫീസുകളാണ് ഉള്ളത്. കൊട്ടാരക്കര, ചടയമംഗലം, എഴുകോണം, അതുപോലെ തന്നെ കൊട്ടാരക്കര സർക്കിൾ ഓഫീസുകളും കൂടി ആകെ 4 ഓഫീസുകളിലായിട്ട് 2023 190 NDPS കേസുകളാണ്, മയക്കുമരുന്നിനെതിരെയുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ വർഷം 3 മാസത്തിനകം തന്നെ ഇതുവരെ 100 NDPS കേസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കഞ്ചാവ് ചെടിയുണ്ട്, കഞ്ചാവുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇതിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കുട്ടികളും, അതായത് ഒരു 15 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളും യുവാക്കളും ഒരു 25 വയസ്സ് വരെയൊക്കെയുള്ള യുവാക്കളാണ് ഈ കേസിൽ പെടുന്നത് കൂടുതൽ. നമ്മളിപ്പോൾ കേസിൽ പിടിക്കുന്നത് ബെയിലബിൾ കേസുകളാണെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ജാമ്യം കൊടുക്കും. കഞ്ചാവ് കേസിന് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ശിക്ഷ. ചെറിയ അളവിലുള്ള മയക്കുമരുന്നുകൾ കേസുകൾ പിടിച്ചാൽ പോലും 10 വർഷം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട്. അടുത്തിടെ നമ്മൾ ചടയമംഗലത്തും കൊട്ടാരക്കര റേഞ്ചിലും സിന്തറ്റിക് ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ഗവൺമെൻറ് UP തലത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജുകൾ, ഹോസ്റ്റലുകളും ക്യാമ്പസും കേന്ദ്രീകരിച്ച് ശ്രദ്ധാ നേർക്കൂട്ടം എന്ന പരിപാടി നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളിലെ കായികമായ അവരുടെ, അതായത് പഠനത്തിന് പുറമെ അവരുടെ അഭിരുചികൾ മറ്റ് പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയും എക്സൈസ് വകുപ്പ് നിരവധി പരിപാടികൾ സ്കൂളുകളിലും കോളേജുകളിലും നടത്തി വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഇപ്പം പുത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു വോളിബോൾ കോർട്ട്, 5 ലക്ഷം രൂപയുടെ ഒരു വോളിബോൾ കോർട്ട് ഇപ്പോൾ ബാലഗോപാൽ സാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായിരുന്നു. അവിടെ വോളിബോൾ കോർട്ടും അതിൻ്റെ പന്തും നെറ്റും നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ കായിക ഉപകരണങ്ങൾ നമ്മൾ എക്സൈസ് വിമുക്തിയിൽ നമ്മൾ എല്ലാ തിരഞ്ഞെടുത്ത സ്കൂളുകളിലും വാങ്ങി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവധിക്കാലത്ത് ക്യാമ്പുകൾ സ്കൂളുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയെല്ലാം എക്സൈസിൻ്റെ ക്ലാസ്സുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന അവരുടെ ലേബർ ക്യാമ്പുകളിൽ നമ്മൾ നിരന്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. വലിയ കേസുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് നമ്മൾ അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും വിമുക്തിയിൽ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്.